കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. കണ്ടു നോക്കൂ. അതിനായി 4 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ച് എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ജസ്റ്റ് നനഞ്ഞാൽ മതി, കൂടുതലൊന്നും കുഴഞ്ഞു പോകണ്ട. ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാൻ സവാള ഒരു 2 വലിയ സ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ. ഇനി അത്യാവശ്യം വലിയ ഒരു പൊട്ടറ്റോ, ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്ത് ഒന്ന് സ്മാഷ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച ചേരുവകൾ കൂടി ചേർത്ത് അല്പം മല്ലിച്ചപ്പോ കറിവേപ്പില ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കണം. പിന്നെ സാധാരണ മുളക് പൊടിയും അല്പം മല്ലിപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും അല്പം അരിപ്പൊടിയും കൂടി ചേർത്ത് അതിലേക്ക് ജീരകപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ഉരുളകളാക്കി ഇതേപോലെ കയ്യിൽ വെച്ച് റോൾ ചെയ്ത് എടുക്കാം കേട്ടോ. ഇതേപോലെ കൂടുതൽ വലുപ്പമൊന്നും വേണ്ട, ഏകദേശം ഇതേ അളവിൽ തന്നെ ഒന്ന് ഉരുട്ടി റോളുകളാക്കി എടുത്തു വെക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ എല്ലാം റോളുകളാക്കട്ടെ. കൂട്ടുകാരെ, വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഞാനെല്ലാം ഇതേപോലെ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് മേലെല്ലാം കരിഞ്ഞു പോവും. വളരെ സാവകാശം മൊത്തം ഒന്ന് വെന്ത് വരട്ടെ. ഇതേപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുത്താൽ അടിപൊളി പൊട്ടറ്റോ ബ്രെഡ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കൂ. ഇത് നമുക്ക് മയോണൈസും സോസും ഒക്കെ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം കേട്ടോ.